കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം അതങ്ങ് നല്ല രീതിയിലൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ആണെങ്കിൽ പാവം നമ്മുടെ രേവതിയെ വഴക്ക് പറഞ്ഞ് ആ ഒരു മണ്ഡപത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പക്ഷേ അവിടെ വെച്ച് നമ്മുടെ രേവതിക്കാണെങ്കിൽ വലിയ സങ്കടമൊക്കെ ആയി. അവളാണെങ്കിൽ നേരെ പോയിട്ട് ലക്ഷ്മിയമ്മയോടും നമ്മുടെ ശരത്തിനോടും ദേവുവിനോടും ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ഇപ്പൊ തന്നെ ചോദിക്കാൻ ചേച്ചി ഇത്രയും കാലവും ആ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തുമല്ലായിരുന്നോ? ഞങ്ങൾ ഇപ്പൊ ചോദിക്കാന്നൊക്കെ പറഞ്ഞ് ഇവര് ചോദിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് രേവതി പറഞ്ഞു, വേണ്ടടി വേണ്ട, വിട്ടേക്ക്. ഞാൻ ഇത്രയും കാലവും ഒക്കെ ഇതൊക്കെ സഹിച്ചു, ഇനിയിപ്പോ സാരമില്ല, എനിക്കിത് ശീലമായി. അത് നല്ലൊരു കാര്യം നടക്കുവാണല്ലോ. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ഒക്കെ സന്തോഷം നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ രേവതി നല്ല രീതിയിലൊക്കെ സംസാരിച്ച് അനിയനെയും അതുപോലെ തന്നെ അനുജത്തിയെയും അവിടെ പിടിച്ച് നിർത്തുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ സച്ചിയാണെങ്കിൽ പിന്നെ നവീനിട്ട് നല്ലൊരു അടിയൊക്കെ വെച്ച് കൊടുത്തു. നവീനാണെങ്കിൽ ഇതിലേക്കൂടി പോയെന്ന് പോലും നവീന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ അവൻ പറന്നു പോയ ആ ഒരു സമയം സച്ചിയെ അച്ഛൻ വിളിച്ചു. അപ്പം ഇപ്പൊ വരാന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ ഫോൺ വെക്കുകയും ചെയ്തല്ലോ. അങ്ങനെ സച്ചി നേരെ അവിടെ എത്തിയ പാടെ തന്നെ രേവതിയും അമ്മയും അതുപോലെ ദേവും ഒക്കെ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു, അല്ല എന്താ കല്യാണമൊന്നും നടന്നില്ലേ? പെണ്ണ് വന്നില്ലായിരിക്കും അല്ലേ? സത്യം പറയും രേവതി, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം രേവതി ആണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ, ശരിക്കും പറഞ്ഞാല് ഇവൾക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട് ചന്ദ്രമതി അങ്ങനെ പറഞ്ഞത് കൊണ്ട്. അതുകൊണ്ട് ഇതൊന്നും സച്ചിയുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം ദേവു ആണെങ്കിൽ കല്യാണമൊക്കെ നടക്കും ചേട്ടാ, അവിടെ മുഹൂർത്തം ആവുന്നതേ ഉള്ളൂ. എന്നാൽ മുഹൂർത്തം ആകുകയാണെങ്കിൽ വാ, നമുക്ക് അവിടെ പോയി നിൽക്കാന്നും പറഞ്ഞ് രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി അങ്ങ് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പം സത്യം പറയേ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് സച്ചി. അങ്ങനെ ദേവു ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. രേവതി ചേച്ചി അപശകുനമാണെന്നും ചേച്ചി പൂജാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ കല്യാണം തന്നെ നശിച്ചു പോകുമെന്നും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടാകില്ല എന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതി പറഞ്ഞു എന്ന് പറയുമ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. സച്ചി നേരെ രേവതിയും കൂട്ടി ആ കതിർ മണ്ഡപത്തിലെത്തി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ താലിയൊക്കെ എല്ലാവരും ഇങ്ങനെ തൊട്ട് വണങ്ങുകയാണ്. അപ്പം താലി കെട്ടുന്നതിന് മുന്നേ ഉള്ള ആ ഒരു മുഹൂർത്തം, ആ സമയത്താണ് ഇവനും ഇവന്റെ ഭാര്യയും കൂടെ അവിടെ ചെല്ലുന്നത്. ഈ സച്ചിയെ കണ്ട പാടെ തന്നെ ചന്ദ്രമതി ആണെങ്കിൽ ഇവന്റെ മട്ടും ഭാവവും ഒക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇവളിനി ഇവന്റെ അടുത്ത് വല്ലതുമൊക്കെ പറഞ്ഞു കൊടുത്തോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം സച്ചി വന്ന പാടെ തന്നെ, എടാ നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെയായിരുന്നു? മോളെ രേവതി, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിച്ചു എന്നും ചോദിച്ച് നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ രേവതിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛമ്മേ, വല്ല കാര്യങ്ങളും ഒക്കെ അറിഞ്ഞോ? ഈ കല്യാണം കുറച്ച് സമയത്തേക്ക് ഒന്ന് നിർത്തിവെക്കാൻ സച്ചി പറയുകയാണ്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, മോനെ നീ എന്താ ഈ പറയുന്നത്? കല്യാണം നിർത്തിവെക്കാനോ? അത് നിർത്തിവെക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ ഭാര്യ ഇവിടെ തിരിതെളിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എനിക്കതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിന് ചന്ദ്രമതിക്ക് കാര്യം പിടികിട്ടി, ഭാമയ്ക്കും കാര്യം പിടികിട്ടി. അപ്പം ഇവരാണെങ്കിൽ ഒരക്ഷരം പോലും അവിടെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അതെ, നിങ്ങൾ എൻ്റെ ഭാര്യയോട് ഇത്രയും മോശമായിട്ട് സംസാരിച്ചില്ലേ? ഇവള് മൂലം നമ്മുടെ വീട്ടിൽ എന്ത് നഷ്ടം ഉണ്ടായെന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നിങ്ങനെ തത്തിത്തരികിട കളിക്കുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ സച്ചി പറഞ്ഞു, നിങ്ങൾ പറയാതെ എന്തായാലും ഇവള് കരയില്ല. സത്യമായിട്ട് പറഞ്ഞോ, എൻ്റെ ഭാര്യയെ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ വെച്ച് നിങ്ങൾ ഇവളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ മകന്റെ കല്യാണം ഞാനിവിടെ നടത്തില്ല എന്ന് പറയുകയാണ് സച്ചി. ഇത് കേട്ടതും ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് പേടിയായി. നീ എന്ത് ചെയ്യും? സച്ചിയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയായപ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, എടാ നീ എന്തിനാ ഇങ്ങനെ വന്ന് വിഷയമൊക്കെ ഉണ്ടാക്കുന്നത്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെങ്കിൽ അത് പോട്ടെ. രേവതി, നീയല്ലേ ഇതൊക്കെ മുന്നിൽ നിന്ന് നടത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വലിയ നല്ല പുള്ള ചമയാണ്. ഈ സമയത്താണെങ്കിൽ സച്ചി പറഞ്ഞു, നിങ്ങൾ എന്നാലും ഇവളോട് മാപ്പ് പറയില്ലല്ലേ? എൻ്റെ ഭാര്യയുണ്ടല്ലോ അപമാനിച്ചു കഴിഞ്ഞാൽ ഈ സച്ചി ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും ആ ഒരു താലിമാല അതിങ്ങ് കയ്യിലേക്ക് തട്ടിപ്പറിച്ചെടുക്കാൻ തുടങ്ങുകയാണ് സച്ചി.
അപ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, എടാ 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 നീ എന്താടാ ഈ കാണിക്കുന്നത്? ആ താലിമാല അവിടെ വെക്കടാ. ഈശോ ഇവനെ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് രവിയേട്ടാ ഇത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കെന്നും പറഞ്ഞ് രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചന്ദ്ര. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ദേ ആ താലിമാല അവിടെ വെച്ച് രണ്ടുപേരുടെയും വിവാഹം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. നിങ്ങളായിട്ട് വെറുതെ അതൊന്നും നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് സച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു താലി അവിടെ വാങ്ങി വെപ്പിക്കുകയാണ് രേവതി. അപ്പോഴാണെങ്കിലോ രേവതിയുടെ ആ ഒരു മഹത്വം നമ്മുടെ അച്ചമ്മക്ക് മനസ്സിലായി. അച്ചമ്മ പറഞ്ഞു, കണ്ടില്ലേ ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞതാ. എൻ്റെ സച്ചി വിചാരിച്ചാല് ഈ വിവാഹം ഇവിടെ വെച്ച് മുടക്കാൻ പറ്റും. പക്ഷേ രേവതി മോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവള് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ രേവതിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ രവിയും പറഞ്ഞു, ചന്ദ്രേ നീ എന്നാ ഇനി നന്നാവുന്നത്? അതും ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ രേവതിയെക്കുറിച്ച് നീ ഇത്രയും മോശമായിട്ട് പറഞ്ഞില്ലേ? നിനക്ക് എന്തേലും ഒരു വിവരം ഉണ്ടോടി എന്ന് ചോദിക്കുക ചന്ദ്രമതി. അവിടെ കൂടിയ ആൾക്കാർക്ക് മുന്നിലൊക്കെ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ രേവതി ഇടപെട്ടത് കൊണ്ട് മാത്രം സച്ചി അതിൽ നിന്നൊന്ന് പിന്മാറി. അങ്ങനെ ശ്രുതിയുടെയും വിവാഹം വളരെ ഗംഭീരമായിട്ടങ്ങ് നടക്കുകയാണ്. ഈ സമയമാണെങ്കിലോ തിരുമേനി പറഞ്ഞു, ദേ ഈ രേവതി മോളെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങളുടെ അമ്പലവാസി കുട്ടിയാണിത്. ഈ മോളുണ്ടല്ലോ ഇവിടെ നടക്കുന്ന എല്ലാ കല്യാണങ്ങൾക്കും വേണ്ടുന്ന ചടങ്ങുകളൊക്കെ ചെയ്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് രേവതി തന്നെയാണ്. ഇവൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ഐശ്വര്യം തന്നെയാണ്. ഈ ദേവിയുടെ നല്ല ചൈതന്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ അവിടെ നിന്നങ്ങ് ഉരുകുകയാണ്. ഷോ താൻ എന്താ ചെയ്യേണ്ടത്? ഈ പൂക്കാരിയുടെ മക്കളെയും കൊണ്ട് താ സഖി കെട്ടൂന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പറഞ്ഞു, നല്ലതുപോലെ ചെവി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ കേക്ക്. കണ്ടില്ലേ എൻ്റെ രേവതിയെ കുറിച്ച് തിരുമേനി പറയുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയമാണെങ്കിലോ നമ്മുടെ നവീനാണെങ്കിൽ ദാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പുള്ളിക്കാരൻ സച്ചിയുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടല്ലോ. നേരെ പോയി ഒരു വണ്ടിയുടെ അടിയിലേക്കാണ് ചെന്ന് കയറുന്നത്. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. പുള്ളിക്കാരനെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പം കുറച്ച് പോലീസുകാരും ഡോക്ടേഴ്സും ഒക്കെ കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. സാറേ, ഇവൻ വണ്ടിയുടെ അടിയിലേക്ക് ഓടി കയറുന്നതിന് മുന്നേ ആ വഴിയിൽ വെച്ച് വേറൊരുത്തനുമായിട്ട് ഒരു ചെറിയ കശപിശയൊക്കെ ഉണ്ടായി. നമുക്കതൊക്കെ അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അന്വേഷിക്കണം, എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവന്റെ ഫോണൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ചില ഫോട്ടോസും ഫോൺ കോൾസും ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ പോലീസുകാർ അവിടെ ഒരുങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. അപ്പം ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുവിധം അവരെല്ലാവരും വീട്ടിലെത്തി. ഈ സമയത്താണെങ്കിലും പോലീസുകാർ ഇവരെ അന്വേഷിച്ച് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ അവിടെ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ശ്രുതിക്കും വേണ്ടിയിട്ട് മണിയറയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് രേവതിയെ ചുമതലപ്പെടുത്തുക. അതെ, അവരുടെ മണിയറ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കണം. ഇതിനു മുന്നേ നടത്തിയ കല്യാണങ്ങൾ പോലെയൊന്നും അല്ല ഈ കല്യാണം എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് നടന്ന കല്യാണമാണ്. അല്ലാതെ നിന്നെ സച്ചി കല്യാണം കഴിച്ച പോലെ അല്ല. നിന്നെയൊന്നും ഞങ്ങൾക്ക് തീരെയും താല്പര്യമില്ല. ദേ ശ്രുതിയുണ്ടല്ലോ, മലേഷ്യയിലുള്ള ഏറ്റവും വലിയൊരു പണക്കാരന്റെ മകളാണ്. അതുകൊണ്ട് ആ മര്യാദ നീ അവൾക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയുടെ വക ഓർഡറും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലോ ചെയ്യാതെ മറ്റു നിവർത്തിയില്ലല്ലോ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു മണിയറയൊക്കെ ഒരുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അച്ചമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമായി. സച്ചിയുടെയും രേവതിയുടെയും കല്യാണമാണല്ലോ ആദ്യം നടന്നത്. അവരുടെ ആദ്യ രാത്രി ഇതുവരെയും നടന്നിട്ടുമില്ല. അപ്പം ഇവരുടെ ആ ഒരു കല്യാണത്തിന് നടക്കാതെ പോയ ശാന്തി മുഹൂർത്തം അത് ഇന്നത്തേക്ക് ഫിക്സ് ചെയ്താലോ എന്നുള്ള കാര്യം അച്ചമ്മ ചന്ദ്രമതിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിലല്ലേ നമ്മുടെ ശ്രുതിയുടെയും ഒരു കുഞ്ഞ്, അത് മാത്രമാണ് ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പറഞ്ഞു, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? ഇവരുടെ എത്ര പ്രാവശ്യം നമ്മൾ മുഹൂർത്തം നോക്കിയതാ. ഇവർക്ക് അങ്ങനെയുള്ളൊരു യോഗമൊന്നും കാണില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഭർത്താവിന് നല്ല രക്ഷപ്പാട് വല്ലതും ഉണ്ടോ? ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം അവന്റെ കഷ്ടകാലം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രേവതി അപമാനിക്കുകയാണ്. അങ്ങനെ ഒരുവിധം
നമ്മുടെ രേവതി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ശ്രുതിക്കാണെങ്കിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഒരുക്കി. അങ്ങനെ ഈ ഒരു പാൽ ഗ്ലാസ് എടുത്ത് രേവതി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെയും ചന്ദ്രമതി വന്നു. ദേ, നിന്റെ കയ്യിൽ നിന്നുള്ള പാൽ ഗ്ലാസ് വാങ്ങിച്ച് അവൾ മണിയറയിലേക്ക് പോയാൽ അവളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാകും. അതുകൊണ്ട് മര്യാദക്ക് അതിങ്ങോട്ട് താ, ഞാൻ കൊടുത്തോളാന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് ആ പാൽ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട്, മോളെ നല്ല സന്തോഷമായിട്ട് പരമ്പരകളായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹമൊക്കെ അമ്മ തരികയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ അനുഗ്രഹിച്ച് ചന്ദ്രമതി അങ്ങ് മകന്റെ റൂമിലേക്ക് കയറ്റി വിടുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി ആണെങ്കിലും പുതുമണവാളനാണല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഭയങ്കര നാണത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതി വന്നത് കാണുമ്പോഴത്തേക്കിനും എൻ്റെ ശ്രുതി, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, ഒരു രക്ഷയില്ലാട്ടോ, ഈ സാരിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി ആണെങ്കിലും എങ്ങനെയെങ്കിലും ആ നവീൻ അവിടെ നിന്ന് വരാതെ ഇരുന്നല്ലോ, അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഇവൻ ഈ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രുതി മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ അവൾ നിൽക്കുമ്പം, അതെ, എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്നെ വെസ്റ്റേൺ ലുക്കിലുള്ള ഒരു ആദ്യരാത്രിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ, ആ ഡ്രോയുടെ അകത്ത് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നീ അതൊക്കെ ഇട്ടിട്ട് വരണം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ, ഈ പൂക്കളൊക്കെ വലിച്ചെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ആ റൂം തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ അച്ഛമ്മ രവിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക. മോനെ രവി, ഇന്ന് സുധിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിന്റെ ആ ഒരു ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായടാ. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ചടങ്ങൊന്നും ഇങ്ങനെ നടത്തിയിട്ടില്ലല്ലോ, നമുക്കതൊന്ന് ഇന്ന് രാത്രി സെറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുക. അപ്പൊ രവിക്കാണെങ്കിൽ പൂർണ്ണ സമ്മതം. ഇവർ ഈ തമിഴന്മാരുടെ രീതിയിൽ ഈ തലയിൽ പപ്പടം അടിച്ചും അതുപോലെ തന്നെ ഒരു കുടത്തിനകത്ത് മോതിരമൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ തപ്പിയെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ചടങ്ങാണ് നമ്മുടെ അച്ഛമ്മ ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിക്ക് ഭയങ്കര താല്പര്യമായി. സച്ചി പറഞ്ഞു, എന്നാ പിന്നെ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ആ ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ഛമ്മ അടുക്കളയിൽ പോയി പപ്പടമൊക്കെ കാച്ചി കൊണ്ടുവന്നു. ഇതൊക്കെ എടുത്തു വെച്ച് കൊടുത്തു. അതിന് ശേഷമാണെങ്കിൽ അച്ഛമ്മ തൻ്റെ കയ്യിൽ കിടന്ന ആ ഒരു മോതിരമൊക്കെ എടുത്ത് കുടത്തിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, സച്ചി, നീ കള്ളക്കളിയൊന്നും എടുക്കരുത്, ഇതാദ്യം ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾ പരസ്പരമുള്ള ഒരു സ്നേഹം നിങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരാള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കിനും സച്ചിയും രേവതിയും കൂടെ ആ ഒരു കുടത്തിൽ കൈയിട്ടു. അവസാനം നമ്മുടെ രേവതിയുടെ കൈക്കൊരു നുള്ളും കൊടുത്തിട്ട് സച്ചി ആ ഒരു മോതിരം കയ്യിലാക്കുകയാണ്. അങ്ങനെ അച്ഛപ്പ പറഞ്ഞു, ഇത് കള്ളക്കളിയാണ്, എന്നാലും സാരമില്ല. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. തലയിൽ പപ്പടം അടിക്കുന്ന ചടങ്ങുണ്ടല്ലോ, ആ ഒരു ചടങ്ങും വളരെ ഗംഭീരമായിട്ട് ഇവർ നടത്തി. അതിന് ശേഷമാണെങ്കിൽ രവിയും അതുപോലെ തന്നെ ചന്ദ്രയും പറഞ്ഞു, എൻ്റെ മക്കളുടെ കാര്യം ഇങ്ങനെയെങ്കിലും നടത്താൻ സാധിച്ചല്ലോ. ഇവർ തങ്ങളിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണെങ്കിലും ഇപ്പതാ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് നമ്മുടെ രവി ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ ആ ഒരു റൂമിൽ ഒരു വെസ്റ്റേൺ സെറ്റപ്പിൽ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയാണ്. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ ഈ രീതികളൊന്നും തീരെ ഇഷ്ടമല്ല, എന്നാൽ കൂടിയും ഭർത്താവാണല്ലോ, പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നു. പിറ്റേതാണെങ്കിൽ ഇപ്പുറത്തെ റൂമിൽ നമ്മുടെ സച്ചിയും രേവതിയും അവരും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സൂപ്പർ എൻഡിങ്ങോട് കൂടിയാണ് നമ്മുടെ പ്രൊമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്